പോലീസുകാർ പോലും അതിൻ്റെ ഉള്ളിലേക്ക് കയറി വരില്ല. ഭക്ഷണം പോലും കൊണ്ടുവന്ന് വരുന്നത് നമ്മൾ ഇപ്പം ആ ജയിലിൽ ഒരു മുതിർന്ന കുറച്ച് ആൾക്കാരുണ്ടാവും, കുറച്ച് കാലം അതിലിരുന്ന് അവരെ പോലീസുകാരെ വിളിച്ചുകൊണ്ട് അവരാണ് ഭക്ഷണമൊക്കെ കൊണ്ടുവരുന്നത്. ഒരു കഥ കിട്ടുമാ. അതായത് ഇപ്പോൾ റമദാൻ തുടങ്ങി. റമദാൻ തുടങ്ങിയപ്പോൾ ഏകദേശം ഒരു 4 നോമ്പ് 5 നോമ്പൊക്കെ ആയിനെന്ന് തോന്നുന്നു. ഇപ്പോൾ വണ്ടി പോകുന്നതുകൊണ്ട് രാവിലെ നീക്കുന്ന ഫുഡ് കഴിക്കുന്ന പോകുന്ന അത്രേ ഉള്ളൂ. അപ്പം കഥ എന്താണെന്ന് വെച്ചാൽ, ഒരു വർഷം മുന്നേ ഉള്ളത് ഞാൻ സൗദിയിൽ നിന്ന സമയം, അതായത് നൂണിൽ വർക്ക് ചെയ്ത സമയം, ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു അത്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, റാഫി എനിക്ക് ഓർമ്മയുണ്ടോ കഴിഞ്ഞ നോമ്പ് എന്ന്. അപ്പോൾ സംഭവം കഴിഞ്ഞ നോമ്പിനാണ് ഞങ്ങൾ ജയിലിൽ നിന്ന് ഇറങ്ങിയത്, സൗദി ജയിലിൽ നിന്ന് ഇറങ്ങിയത്. ഇമ്പോർട്ടൻറ്റ്. എന്തിനാണ് ജയിലിൽ കയറിയതെന്നല്ലേ? ജയിലിൽ കയറിയെന്ന് പറഞ്ഞാൽ നമ്മൾ നൂണിൽ വർക്ക് ചെയ്ത സമയത്ത് നൂണിലുള്ള വിഷയം കാരണം, ഒരുപാട് പ്രശ്നങ്ങൾ കാരണം, പ്രഷർ കാരണം നമ്മൾ നൂണിന്ന് ഒരു വിധത്തിലും ഇറങ്ങാൻ പറ്റാത്ത, എനിക്ക് അസുഖമായി കിടന്ന സമയത്തും ഊരവേദന വന്ന സമയത്തൊക്കെ എന്താ പറയുക, അവരെ ഭാഗത്തു നിന്നൊരു റെസ്പോണ്ടോ കാര്യങ്ങളോ ഒന്നും കിട്ടാതെ നിന്ന സമയം, നമ്മളോട് പറഞ്ഞതുപോലെയുള്ള പണി അല്ലാത്ത പണി, അതായത് നമ്മളോട് പറഞ്ഞേക്കാളും പണി ഡബിളായി വന്ന സമയത്തൊക്കെ നമ്മളെ കൊണ്ട് പറ്റാത്ത രീതിയിലായ സമയത്ത് ഞങ്ങൾ ഒരു 3 പേര് ഒരുമിച്ച് ഇങ്ങോട്ട് നാട്ടിലേക്ക് കയറാനുള്ള എല്ലാ വഴിയും നോക്കിയിട്ട് അവസാനം കിട്ടിയ ഒരു വഴി വെച്ചിട്ടാണ് ഞങ്ങൾ ജയിൽ മാർഗം നാട്ടിലേക്ക് എത്താം എന്നുള്ളൊരു പ്രതീക്ഷയിൽ വന്നത്. അപ്പോൾ ജയിലിൽ കയറുന്നതിന് മുമ്പ് എനിക്കതിന് മുന്നേ അനുഭവം ഉണ്ടല്ലോ. അപ്പം ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറഞ്ഞിട്ട് എൻ്റെ 2 കൂട്ടുകാരന്മാരോട് ഞാൻ പറഞ്ഞു, വേണ്ട പോണ്ട, അത് ഒരു സുഖമുള്ള പരിപാടി, 2 ദിവസം കൊണ്ട് നമ്മൾ പുറത്തിറങ്ങും എന്നും പറഞ്ഞ് കയറി ഞങ്ങൾ. പിന്നെ ഇറങ്ങുന്നത് 14-15 ദിവസമോ 18 ദിവസത്തെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ജയിലിൽ നിന്ന് ഇറങ്ങുന്നത്. ഹാൻഡ് കഫ്, ലെഗിന് കഫിട്ട് ഒക്കെ എന്താ പറയുക, ഒരു ജയിൽ പുള്ളികളെ കൊണ്ടുപോകുന്ന പോലെ ആയിരുന്നു ഞങ്ങളെ കൊണ്ട്. അതിനൊക്കെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു ഇതിൽ, അതിനൊരു ചെറിയൊരു പോർഷൻ ഞാൻ വെച്ചതാണ്. അപ്പോൾ അങ്ങനെ ഹാൻഡ് കഫും ഇതൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ അന്ന് ഇറങ്ങിയത്. അന്ന് അവിടുന്ന് എന്താ പറയുക, ടീഷർട്ട്, പാൻറ്, പിന്നെ തോർത്തുമുണ്ട്, ഇതൊക്കെ സൗദി ഗവൺമെൻറ് നമുക്കന്ന് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതിട്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത്. കാരണം ഞങ്ങൾ ഇട്ട സാധനമൊന്നും ഞങ്ങൾക്ക് പറ്റാത്തൊരു സാധനമായിരുന്നു. അപ്പോൾ അന്ന് ഒരുപാട് അനുഭവം. ജയിലിൽ നിന്ന് ആ ജയിലിൻ്റെ ഒക്കെ ഒരു അവസ്ഥ, ഒരു എന്താ പറയുക, ഒരു ഗുഹൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ ഉണ്ടാവും, അതുപോലത്തെ ഒരു അനുഭവമായിരുന്നു. കാരണം പുറം ലോകം കാണുന്നില്ല, വെളിച്ചം കാണുന്നില്ല, എന്താ പറയുക, ഒരു കൂട്ടിൽ നമ്മളെ കൊണ്ടുപോയിട്ട് അങ്ങനെ ഉണ്ടാവും. ആ ഒരു അനുഭവം വല്ലാത്തൊരു അനുഭവം. അപ്പൊ ബാത്റൂം എന്താ പറയാ, റൂം ഇവിടെയാണെങ്കിൽ റൂം ഒരു ഹാളാണ്, മൊത്തത്തിലൊരു ഹാളാണ്. ആ ഹാളില് ഏകദേശം ഒരു 140-150 പേരുണ്ടാവും. പക്ഷെ അതിൽ കട്ടില്, ഡബിൾ ഡെക്കർ കട്ടിലുണ്ടായിരുന്നു, പിന്നെ ബെഡ് ഉണ്ടായിരുന്നു, പുതപ്പൊക്കെ പിന്നെ എല്ലാവരും യൂസ് ചെയ്യുന്ന പുതപ്പാണ്. അതിൽ ഏറ്റവും കൂടുതൽ വിഷമമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബാത്റൂമൊക്കെ അവിടെ പൊട്ടി നാശമായി. അത് പൊട്ടി തന്നെ ഗവൺമെന്റിനെ അല്ലെങ്കിൽ അവിടെയുള്ള പോലീസുകാർ പോലും അതിൻ്റെ ഉള്ളിലേക്ക് കയറി വരില്ല. ഭക്ഷണം പോലും കൊണ്ടുവന്ന് വരുന്നത് നമ്മൾ ഇപ്പം ആ ജയിലിൽ ഒരു മുതിർന്ന കുറച്ച് ആൾക്കാരുണ്ടാവും, കുറച്ച് കാലം അതിലിരുന്ന് അവരെ പോലീസുകാരെ വിളിച്ചുകൊണ്ട് അവരാണ് ഭക്ഷണമൊക്കെ കൊണ്ടുവരിക. അപ്പോൾ പോലീസുകാർ പോലും അതിൻ്റെ ഉള്ളിലോട്ട് കയറാറില്ല. അത് ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കയറി അവിടുന്ന് ചെക്കിംഗ് ഒക്കെ നടത്തി അതിൻ്റെ ഉള്ളിലോട്ട് കയറി വീണ്ടും അതിൻ്റെ ഉള്ളിലോട്ട് കയറി അങ്ങനെ ഉള്ളിലൊരു എന്താ പറയുക, ഒരു ഗുഹ പോലെ ഒരു ഹിഡൻ സ്പോട്ടായിരുന്നു. അങ്ങനെ തന്നെയല്ല ഇംഗ്ലീഷ് പറയും, എന്നെ പറയാം ഇംഗ്ലീഷ് തിരുത്തുന്നുണ്ട്, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല പറയാം. അതിൻ്റെ ഉള്ളിലായിരുന്നു അനുഭവം. ഒരു 10-18 ദിവസം അതിനുള്ളിൽ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അന്ന് വണ്ടി ഞങ്ങളെ പേരിലുള്ളത് കൊണ്ട് ഞങ്ങൾക്കത് ക്യാൻസൽ ചെയ്യുന്നത് വരെയുള്ള സമയമെടുത്ത്. ആ 10-18 ദിവസം ഒരു വല്ലാത്ത അനുഭവമുള്ള ദിവസമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഭവം ഓവറായിട്ടില്ല. കാരണം ഞാൻ 2ാമതാണ് കയറുന്നത്. അതിന് മുന്നേ കുവൈത്തിൽ കയറി ഒരുപാട് അനുഭവം ഉണ്ട്. കുവൈത്ത് ഇതിനേക്കാളും കഷ്ടമായിരുന്നു. കുവൈത്ത് നാറിയ നാടാണ്. അവിടെ ഞാൻ കുടുങ്ങിയെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം കുടുങ്ങിയിരുന്നു കുവൈത്തിൽ. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ടാണ്. ഇപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു സൗദി എന്നെനിക്ക് തോന്നി. പക്ഷെ സൗദിയിലുള്ള എന്താ വെച്ചാൽ ബാത്റൂമും റൂമും ഒരു ഹാളിൻ്റെ ഉള്ളിലായിരുന്നു. കുവൈത്തിൽ എന്ന് പറഞ്ഞാൽ റൂം വേറെയും ബാത്റൂം വേറെയായിരുന്നു. അതുകൊണ്ട് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ വൃത്തി കുറച്ചുണ്ട് കൂടുതലായിരുന്നു കുവൈത്തിൽ. സൗദിയിൽ ഉണ്ടായിരുന്നത് വൃത്തി വളരെ കുറവായിരുന്നു. പിന്നെ നമുക്ക്
കോയത്തിൽ സ്വന്തമായിട്ട് ബെഡ് തരും. ഭക്ഷണം കിട്ടിയിരുന്നു, പക്ഷെ നോമ്പായത് കൊണ്ട് തന്നെ രാവിലെ 12 മണിക്ക് 1 മണിക്കൊട്ട് ഭക്ഷണം കൊണ്ടുവന്നു തരും. അത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം 4 മണിക്ക് ഭക്ഷണം. നമ്മൾ നിന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എല്ലാവരുമായിട്ടൊന്ന് സെറ്റായി. പിന്നെ അവിടെയുള്ള സീനിയർമാരായിട്ടുള്ള ആൾക്കാരൊക്കെ ആയിട്ട് നമ്മളെ കമ്പനിയായി. പിന്നെ നമ്മൾ ഭക്ഷണം കൊണ്ടുവരലായി. അതൊക്കെ ഭക്ഷണം കൊണ്ടുവരലായി, നമ്മൾ ഭക്ഷണം കൊടുക്കലായി. പിന്നെ നമ്മളൊരു ഗ്യാങ് ആയി. കാരണം ഒരുപാട് മലയാളീസ് ഉണ്ടായിരുന്നു. അതിൽ കൊല്ലംകാരുണ്ടായിരുന്നു, പിന്നെ എൻ്റെ സുഹൃത്ത് ഷമീം കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ച ഒരാളുണ്ടായിരുന്നു, എന്തിനാണ് സെയ്തലവി. ഒരുപാട് വിഷമിപ്പിച്ചു. കാരണം ഞങ്ങളെ കൂട്ടത്തിൽ പോകേണ്ട ആളായിരുന്നു. അവൻ്റെ പാസ്പോർട്ട് കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടായി. ഞാൻ അവൻ്റെ ഉമ്മാനെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ നടന്ന്. അതിപ്പോൾ വലിയ പറയണ്ട. അത് കഴിഞ്ഞ് ശേഷം പിന്നെ അവൻ ഇറങ്ങി ചെയ്തിട്ടോ. അപ്പം ചുരുക്കി പറയാ, ഒരു വലിയൊരു അനുഭവമായിരുന്നു സൗദി ജീവിതം കഴിഞ്ഞ നോമ്പ്. അതിനുശേഷം അവിടെ കയറിയിട്ട് ഇറങ്ങുമ്പോഴും ഞാൻ എടുത്തൊരു നിയത്തുണ്ട്, ഇനി ഗൾഫ് GCCയിലേക്ക് കയറാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ അങ്ങോട്ട് കയറില്ല. എൻ്റെ വീട്ടിൽ നിന്ന്, എൻ്റെ വൈഫ് എൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് എന്താ പറയുക വേദനകൾ, എൻ്റെ പെരക്കാർക്ക് ഞാൻ ഒരുപാട് വേദനകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത് വേറെ. എൻ്റെ പെരക്കാർക്ക് അത് ഒപ്പിയും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ജ്യേഷ്ഠന്മാരാ നോക്കുക. അപ്പോൾ ജ്യേഷ്ഠന്മാർക്ക് ഞാൻ ഒരുപാട് ഇടങ്ങേറുണ്ടാക്കി കൊടുത്തു. അതിൽ പെട്ടൊരു ഇടങ്ങേറാത് ജ്യേഷ്ഠൻ ഒരുപാട് ചീത്ത പറഞ്ഞു. ഞാൻ അന്ന് സൗദിയിൽ നിന്ന് കൂടി പറയുമ്പോൾ സൗദിയിൽ നിന്ന് അന്ന് ഞാൻ ഈ ജയിലിൽ കയറാൻ വേണ്ടി ഒരു പാകിസ്ഥാനി വഴിയാണ് നമ്മൾ ജയിലിൽ കയറാൻ നിന്നത്. ആ ജയിലിൽ കയറാൻ നിന്ന സമയത്ത് എൻ്റെ ജ്യേഷ്ഠനെ വിളിച്ച് ഞാൻ എല്ലാ വഴിയും നോക്കിയാണ് കേട്ടോ. ഞാൻ ഏതെങ്കിലും വേറെങ്കിലും കയറാനോ എൻ്റെ ഒരു കുടുംബക്കാരൻ എൻ്റെ ഇളാമൻ്റെ മോനൊക്കെ വിളിച്ച് സംസാരിച്ച് എല്ലാവരോടും കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരു വഴിയും കാണാത്ത ഞാൻ ജയിലിൽ കയറണ്ടെന്ന് അല്ല, ആ വഴി പോകണ്ട എന്ന് എന്തെങ്കിലും തട്ടി സഹിച്ച് പിടിച്ച് നിൽക്കാമെന്ന് വിചാരിച്ചു നിന്ന്. അപ്പം എൻ്റെ 2 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്ന അവരും പറഞ്ഞ് എങ്ങനെയെങ്കിലും പോവാടാ, നിന്നിട്ട് കാര്യമില്ലടാ, നമ്മൾ വെറുതെ ചത്തട്ടി നയിച്ചിട്ട് കാര്യമില്ല, ഒന്നും കിട്ടൂല, ഒക്കെ പോലെ തന്നെ കൊണ്ടു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നാ ശരി പോവാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു സുഖം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു, എന്നാലും പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നൂണിൻ്റെ വണ്ടി എടുത്തിട്ടാണ് ഞങ്ങൾ മക്കത്ത് പോയത്. മക്കത്തു നിന്നാണ് ഞങ്ങൾ പിടി കൊടുക്കുന്നത്. മക്കത്ത് പോയി അതിൻ്റെ ഒരു പാകിസ്ഥാനി ഞങ്ങളൊരു ജബലിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് അവിടെ ഒരു റൂമുണ്ട്. ആ റൂമിൽ ഞങ്ങളെ പൂട്ടി. റൂമിൽ കൊണ്ടുപോയി ഞങ്ങളിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോയാൽ ചങ്ങായി പിന്നെ വരുന്ന വൈകുന്നേരം. അപ്പോൾ ടെൻഷനായി. അതിൻ്റെ ഇടയിൽ എൻ്റെ ജ്യേഷ്ഠൻ വിളിച്ച്, പിന്നെ എൻ്റെ ഒരു അയൽവാസി ഉണ്ടായിരുന്നു, ആ മൂപ്പരെ വിളിച്ച്. അപ്പോൾ ജ്യേഷ്ഠനോട് ഞാൻ കാര്യം പറഞ്ഞ് ഒരു വഴിയില്ല. അന്ന് എനിക്ക് സത്യം പറയാമല്ലോ, അതിൻ്റെ പെരക്കാരൊന്നും വിശ്വസിച്ചു. എനിക്ക് ഭയങ്കര ഊരവേദന ഉണ്ടായി. അതായത് ഞാൻ സാധനം എടുത്ത് നെട്ടിയിട്ട് എനിക്ക് പിന്നെ അത് വേദന ഉണ്ടായ സമയത്തും പിന്നെ വർക്കിന് പോയി, പിന്നെ എനിക്ക് വേദന കൂടി. അവിടെ 2-3 ഹോസ്പിറ്റലൊക്കെ കാണിച്ചതാണ് റെഡി ആവാനിട്ട്. അങ്ങനെ ഞാൻ ജ്യേഷ്ഠൻ വിളിച്ചപ്പോൾ ജ്യേഷ്ഠൻ ഒരുപാട് ചീത്ത പറഞ്ഞു. എൻ്റെ ഞാനന്ന് കരഞ്ഞിക്കണോ, എൻ്റെ മുന്നൊന്നും കരഞ്ഞില്ല എന്നുള്ളൂ. കരഞ്ഞിട്ട് ഫോൺ ഞാൻ ദേഷ്യം പിടിച്ച് എനിക്ക് ഭയങ്കര മുൻകോവ. ദേഷ്യം പിടിച്ച് ഞാൻ കട്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കയറി, ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയാൽ മറ്റേ ക്ലോക്ക് ടവർ ഉണ്ടല്ലോ, ഇങ്ങനെ കറക്റ്റ് കാണാം. അതിൻ്റെ മുകളിൽ അത്രയും ഹൈറ്റിലായിരുന്നു. അതിൻ്റെ മുകളിൽ കയറി ചാടാനുള്ള പരിപാടി. അപ്പോഴാണ് പ്രിയ സുഹൃത്ത് എൻ്റെ കൂടെ പോകുന്ന ഷമീം പിടിച്ചുവെച്ചത്. ഷമീമിനെ അറിയില്ലായിരുന്നു, പക്ഷെ ഞാൻ കയറി ചാടാന്നുള്ള പ്ലാനിൽ നിന്നത്. കാരണം അത് മടുത്ത് എല്ലാവർക്കും എന്നെ വെറുത്ത് എന്നുള്ളൊക്കെ ഒരു ഇത് ഉള്ളിൽ വന്ന് ജ്യേഷ്ഠന്മാരെയും എന്താ പറയുക പെണ്ണുങ്ങളെയും എല്ലാവരെയും വിഷമിപ്പിച്ച് എവിടെ പോയാലും ഇവൻ കഴിച്ചിലാവില്ല, എല്ലാവർക്കും ഒരു തൊന്തരവാണ്, ഒരു ബുദ്ധിമുട്ടാണ് എന്ന് എല്ലാവർക്കും തോന്നിയെന്ന് എൻ്റെ മനസ്സിൽ അങ്ങോട്ട് പതിഞ്ഞു പോയി. അതിൽ എനിക്കൊരു തോന്നിയൊരു മണ്ടത്തരന് ആ ഒരു ഇതാണ്. അപ്പം അത്രയും വലിയ അനുഭവങ്ങൾ ഉണ്ടാക്കിയൊരു നോമ്പാണ് കഴിഞ്ഞ നോമ്പിൻ്റെത്. അന്ന് ഷമീമ പിടിച്ചു വെച്ചിട്ടില്ലെങ്കിൽ പഠിച്ചോനാണ് ഞാൻ ചാടിയനെ ഒന്നായി. അങ്ങനെ അത്രയും ചീത്ത പറഞ്ഞ് എല്ലാവരും വിളിച്ച് ചീത്ത പറഞ്ഞ് ഒരു സപ്പോർട്ടിങ് ഇല്ല. അങ്ങനെയൊക്കെ പാടായപ്പം കാരണം ഞാൻ എല്ലാ വഴിക്കും നോക്കിയതാ, ഏതെങ്കിലും വഴിക്ക് എവിടെയെങ്കിലും ജോലിക്ക് കയറാൻ പറ്റൂല്ല നോക്കിയതാണ്, നടന്നില്ല. പോരാൻ താല്പര്യം, ഞാൻ അത്രയും കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട്. അങ്ങനെയാണ് അവിടുന്ന് ഇറങ്ങി ഞാൻ ഡൽഹിയിലെത്തി. അവിടുന്ന് കയറി പറയണ്ടേ, അത് വിഷമൊക്കെ വിട്. പിന്നെ അവിടുന്ന് ഇറങ്ങി ഹാൻഡ് കഫും ഇതൊക്കെ ഇട്ടിട്ട് അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്ലൈറ്റ് അന്ന് ഇറങ്ങി അന്ന് തന്നെ കയറും എന്നുള്ളൊരു പ്ലാൻ. അതിന് മുന്നേ പോയ അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇന്ന് ഇറങ്ങി ഇന്ന് തന്നെ കയറും, ഇന്ന് വൈകുന്നേരം തന്നെ കയറും. അന്ന് ഫുള്ള് ഞങ്ങളെ എയർപോർട്ടിലുള്ള ഈ ഹജ്ജിന് വരുന്ന ടീമിനെ
ഇറക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഇറക്കുന്നതും കയറ്റുന്ന ഒരു താവളം വേറെ ഉണ്ട്. അതായത് മെയിൻ ഗേറ്റ് ഇല്ലാതെ ബാക്കിലൊരു ഗേറ്റ് ഉണ്ട്. അവിടേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടുപോയിട്ട് ഈ ഹാൻഡ് കഫും തൊട്ടിട്ട് നമുക്ക് നടക്കാൻ പോലും പറ്റില്ല. കാലൊക്കെ ഇങ്ങോട്ട് ഷമീമിൻ്റെ ഒക്കെ കാല് ഉടച്ചമ്പുരാനെ സങ്കടം വരും. ഒന്നാമത് ഓനെ ആനക്കുട്ടി പോലത്തെ ചങ്ങായി, ഓൻ്റെ കാല് എന്ന് പറഞ്ഞാൽ അത്രക്കും വേദനിച്ചിട്ട് എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. ഞാൻ കാലിന് എടുത്ത് വെച്ചാൽ ഓൻ്റെ കാല് വേദന, അങ്ങനത്തെ ഒരു സിറ്റുവേഷന്. കാരണം ഒന്നിൻ്റെ കാൽമട്ട ഒന്നും ഓൻ്റെ കാൽമട്ട അങ്ങനെയാണ്. അങ്ങനെ അവര് വേദനിച്ച് എനിക്കും വേദന ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ അതിൻ്റെ ഉള്ളിൽ കയറി ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളെ ഒരു റൂമിൻ്റെ ഉള്ളിൽ കിട്ടാണ്ട് ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ തന്ന് ഞങ്ങൾ റൂമിൻ്റെ ഉള്ളിൽ കിട്ടും. ആ റൂമിൻ്റെ ഉള്ളിൽ നമ്മൾ ഡ്രസ്സ് ഇട്ട് നമ്മൾ അവിടെ നിന്നാണ് കുളിക്കുന്നത്. 18 ദിവസത്തിന് ശേഷം അന്നാണ് ഞങ്ങൾ കുളിക്കുന്നത്. അവിടെ നിന്നാണ് കുളിച്ചതിന് ശേഷം എന്താ പറയുക, ഒരു റാഹത്ത് കിട്ടി. പിന്നെ അടുത്ത തണുപ്പ്, അങ്ങനെ എല്ലായിടത്തും എ സി. ഈ പറയുന്ന ഗൾഫ് ജയിലിൻ്റെ ഉള്ളിൽ എ സി, പിന്നെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ എ സി, അതിൻ്റെ ഉള്ളിലായിട്ട് പൂട്ടിയിട്ടാണ് നമ്മൾ. ആട് പൂട്ടിയിട്ട് വരും വിചാരിച്ചിട്ട് അന്ന് രാത്രി കൊണ്ടുപോയിട്ട് പിറ്റേന്ന് രാത്രിയാണ് ഞങ്ങളെ ഫ്ലൈറ്റ് കയറ്റുന്നത്. പിറ്റേന്ന് രാത്രി വൈകുന്നേരമായിട്ടാണ് ഞങ്ങളെ ഫ്ലൈറ്റ് കയറ്റുന്നത്. ആ ഫ്ലൈറ്റ് ഏതാണെന്നറിയോ? അതായത് സൗദിൻ്റെ ഏറ്റവും വലിയ ഫ്ലൈറ്റ്. അതിൽ നമ്മളെ ബസ്സിൽ കൊണ്ടുപോയി ബാക്കിലെ സ്റ്റെപ്പ് വഴി കയറ്റിയിട്ട് അവിടെ സീറ്റിൽ നല്ല സീറ്റൊക്കെ ആയിരുന്നു, ഭക്ഷണം ഉണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിലൊക്കെ ഒരു ഉഷാറാണ് സൗദിക്കാർ. ഭക്ഷണവും നല്ല ഫ്ലൈറ്റും, അതായത് സൂപ്പർ ഫ്ലൈറ്റ്, അങ്ങനത്തെ ഫിലിമൊക്കെ കാണാൻ പറ്റും, അങ്ങനത്തെ ഫ്ലൈറ്റ് ആയിരുന്നു. അങ്ങനെ അതൊക്കെ പിന്നെ അതിൽ കയറി ഡൽഹിക്കാണ് അന്ന് നേരെ ബോംബെക്ക് ഡൽഹിക്ക് എവിടെക്കൊന്നായിരുന്നു നേരെ വന്നത്. അങ്ങനെ നേരെ വന്നപ്പോൾ നമ്മളെ ഫോണിലൊന്നും ചാർജർ തന്നിട്ടില്ല, നമ്മളെ ഫോണ് മാത്രമേ തന്നിട്ടുള്ളൂ. അതിന് ഫോണും ഞങ്ങളെടുത്ത് തരുന്നത് എപ്പോഴാണ് അറിയോ? ഞങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് ഞങ്ങളെ ഫോണ് കിട്ടണം. ഫോണ് വരെ അവർ ബാഗിൽ ഇടിയിച്ചിട്ട് ഞങ്ങൾക്ക് വിചാരിച്ച് ഫോണ് പോകുന്നു. ഡൽഹിയിൽ നിന്ന് എന്തോ ഭാഗ്യത്തിന് എല്ലാവരും ഫോണും കിട്ടി, ബാഗിലിട്ടുകൊണ്ട് ഫോണ് കിട്ടി. ഡൽഹിയിൽ നിന്ന് ഫോൺ എടുത്തു, ഫോണിൽ ചാർജില്ല. പിന്നെ അവിടെ നിന്ന് ഇവിടുന്ന് മലയാളീസിനെ കണ്ട് ചാർജ് ചെയ്ത് വെച്ച് പിന്നെയാണ് വീട്ടിൽ വിളിച്ചപ്പോഴോ ഇങ്ങോട്ട് വരണ്ട, അങ്ങനെയായിരുന്നു. അതൊക്കെ അനുഭവം, അത് നീ പറയണ്ട. അത് പോട്ടെ. എന്നിട്ട് ഞാൻ ഇവിടെ ബാംഗ്ലൂർക്കാണ് നേരെ വിളിച്ചത്. ബാംഗ്ലൂർ നമ്മളെ സുഹൃത്തുക്കളുണ്ടായിരുന്നു, അവരെ വിളിച്ച് സംസാരിച്ച് നാട്ടിൽ നിന്ന് 2 ദിവസമായിട്ട് ഞാൻ നാട്ടിൽ നിന്നിട്ടുള്ളൂ. 2 ദിവസം നിന്ന് പിന്നെ നേരെ ബാംഗ്ലൂർക്ക് പോകുന്നു. പിന്നെ പെരുന്നാളിൻ്റെ പിറ്റേന്നിട്ട് ഞാൻ തിരിച്ചു പോണത്. അപ്പോൾ അത്രയും എല്ലാവരും വിഷമിപ്പിച്ച എനിക്കൊരുപാട് വിഷമങ്ങളും ഒരുപാട് അനുഭവങ്ങളും ഉണ്ടായ ഒരു വർഷമായിരുന്നു കഴിഞ്ഞ നോമ്പ്. അത് സംബന്ധിച്ചിടത്തോളം ഈ നോമ്പ് അൽഹംദുലില്ലാ റാഹത്താണ്, ഒരു കുഴപ്പമില്ല. വീട്ടുകാരും എല്ലാവരും ജ്യേഷ്ഠന്മാർക്കൊന്നും ഒരു പരാതി ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഉണ്ടാവില്ല എന്ന് വിചാരിക്കണ്. പിന്നെ ഞാൻ എല്ലാവരോടും വലിയൊരു കോണ്ടാക്റ്റ് നിൽക്കില്ല. ഞാൻ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു ഇതിൽ നിൽക്കുന്നത്. രക്ഷപ്പെടട്ടെ, എങ്ങനെയെങ്കിലും പെരക്കാരെ ബുദ്ധിമുട്ടാക്കണ്ട എന്ന് വിചാരിച്ചു. നാട്ടിൽ പോയാൽ തന്നെ 2 ദിവസം 3 ദിവസമൊക്കെ നിൽക്കുള്ളൂ. അനുഭവമാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ നാട്ടിലല്ലാണ്ട് നിൽക്കില്ല, കൂടുതലും ബാംഗ്ലൂരാണ് നിൽക്കല്. അപ്പോൾ ഈ ഒരു അനുഭവങ്ങളോടൊക്കെ പറയണമെന്ന് വിചാരിച്ച് അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇതുപോലത്തെ ഒരു അനുഭവം ഇല്ലാണ്ടിരിക്കട്ടെ, എല്ലാവരും സേഫായി നിൽക്കുക. ഓക്കെ, ഇനിയൊരു കഥയും കൊണ്ട് ഞാൻ വരില്ല. ഇതിൻ്റെ ജീവിത അനുഭവമുള്ള കഥയാണ്. ഇഷ്ടപ്പെട്ടത് പറയാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നാണ്. ഓക്കെ, ബൈ. പണി കഴിഞ്ഞ് വന്നതാണ്, ഇത് പറയാൻ വേണ്ടിയിട്ട് മാത്രം നിന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ജയിലിൽ ഒരുപാട് പേരുണ്ട്, സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട്. മെയിനായിട്ട് പറയാനുള്ളത് ഷഫീഖ്, പിന്നെ ഷമീം, സെയ്തലവി, പിന്നെ ഷഫീറോ, ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്, പേരൊക്കെ മറന്നുപോയി. പക്ഷെ ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടി അവിടുന്ന്. ഒരുപാട് ഞങ്ങൾ ആദ്യം ചെന്നപ്പോൾ ഞങ്ങൾ 3 ആൾ മാത്രമേ ഉള്ളായിരുന്നു മലയാളീസ്. പിന്നെ അങ്ങോട്ട് വരുന്നുണ്ട് സഫേന്നോ ഏതൊരു കമ്പനിയിൽ നിന്നൊക്കെ വന്നാണ് ഒരുപാട് പേര്. പിന്നെ അവിടെ ഒരു ആഘോഷമായിരുന്നു മലയാളീസ് മാത്രമായിട്ട്. പിന്നെ മലയാളീസ് കൂടുതലും പറയാലോ, എല്ലാവരും അവിടെ ഒത്തൊരുമിച്ച് നിൽക്കുള്ളൂ. അങ്ങനെ ഒത്തൊരുമിച്ച് നിന്ന് പിന്നെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ കൈയെടുത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ എല്ലാവരും അതുപോലെ പോകുന്നപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്. അതിനുശേഷം എല്ലാവരും എല്ലാ വൈക്കുമായി. ന്യൂണിൽ നിന്ന് ഒരുപാട് പേര് പോകുന്നു. ഇപ്പോഴും ഒരുപാട് പേര് ന്യൂണിലെ ഒരുപാട് പേര് ഇപ്പോഴും ജയിലിലുണ്ട്, നാട്ടിലേക്ക് പോരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോഴും പറയാനുള്ളതാണ്, എനിക്ക് എൻ്റെ പരക്കാരോണ്ട് ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല. ഇപ്പോഴും പറയാനുള്ളതാണ്, ഞാൻ മാത്രമല്ല ജയിലിൽ കയറിയത്. ആ ന്യൂണിൽ നിന്ന് അന്ന് എൻ്റെ കൂടെ പോകുന്ന ഒരു 50%-60% ആൾക്കാരും ജയിലിൽ കയറിയിട്ടാണ് നാട്ടിൽ എത്തിയത്. 50%-60% ആൾക്കാർ നാട്ടിൽ എത്തിയത് ജയിലിൽ മാറുകയാണ്, വേറൊരു വഴിയില്ലായിരുന്നു. അപ്പോൾ ഓക്കെ, എന്നാൽ
ഇത്ര കാര്യങ്ങളാണ് പറയാനുള്ളത്. ബാക്കി നാളെ കാണാം. ബൈ ബൈ.